വാർത്തകളിലേക്ക്. കഞ്ഞിക്കുഴിയിൽ വീണ്ടും കാട്ടാനാക്രമണം. പുലർച്ചെ 3 മണിയോടെ ഉണ്ടായ ആക്രമണത്തിൽ പ്രദേശവാസിയുടെ വീട് ഭാഗികമായി തകർന്നു. തുടർച്ചയായുള്ള കാട്ടാനശല്യം പ്രദേശത്ത് ഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയ കാട്ടാന നിരവധി കർഷകരുടെ കൃഷി നശിപ്പിക്കുകയും ഒരു വീട് ഭാഗികമായി തകർക്കുകയും ചെയ്തു. പന്നാരക്കുന്നേൽ എൽസമ്മ, പുത്തൻപുരയ്ക്കൽ ടിജോ പി ജോയ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. ടിജോ പി ജോയിയുടെ വീടും കാട്ടാനാക്രമണത്തിൽ ഭാഗികമായി തകർന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. 3 മണിയായപ്പോൾ ഈ സംഭവം ഏതാണ്ട് ഓടിക്കുന്നതും പെറുക്കുന്നതും ഒക്കെ ഉണ്ട്. ഞാൻ പുറത്തിറങ്ങി ലൈറ്റ് തെളിച്ച് നോക്കി. അപ്പോൾ എന്തോ ഒരു സാധനം നിൽക്കുന്നവർക്ക് എനിക്ക് തോന്നിയെങ്കിലും ഞാൻ പേടിച്ചിട്ട് കയറി അകത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉറങ്ങിയില്ല. ഒരു ഗ്ലാസ് കടുങ്കാപ്പി ഇട്ട് കുടിച്ചു, നേരം വെളുപ്പിച്ചു, അങ്ങനെ പോന്നു. അന്നേരം ഷിജ വിളിക്കുന്നത് ഇങ്ങോട്ട് കയറി വരാം. പക്ഷെ എവിടം വരെ ഞാൻ വന്നിച്ച് പോയതാണ് രാവിലെ വെളുപ്പിന്. പക്ഷെ വെളുപ്പിനെ പോയിട്ട് ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പല മൃഗങ്ങളും ഓർത്തുണ്ട് അങ്ങനെ പോയി. ഈ സാധനത്തിനെ ഞാൻ കാണുകയൊക്കെ ചെയ്തു. പക്ഷെ ഈ സാധനം പന്നിയോ എല്ലൊക്കെയാണെന്നാ ഓർത്തു പോയത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മലയണ്ണാമല മാമച്ചൻകുന്ന് മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. സംഭവത്തിന് പിന്നാലെ കേരള കർഷക സംഘം, സാഫ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായി. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വനപാലകരോ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ സ്ഥലത്തെത്തിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ദിവസങ്ങളിലും സമീപ പ്രദേശമായ ഇടത്തട്ട് മേഖലയിൽ കാട്ടാനകളിറങ്ങി വീടുകൾ തകർക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർച്ചയായ അക്രമങ്ങൾ ജനങ്ങളിൽ കടുത്ത ആശങ്കയും ഭീതിയും സൃഷ്ടിക്കുകയാണ്. സംഭവസ്ഥലം സന്ദർശിച്ച കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനും ആവശ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി ഒരുക്കുന്നതിനുമായി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയതായും അറിയിച്ചു. മാമച്ചൻകുന്നിൽ ഇന്നലെ രാത്രിയിൽ ആന ഇറങ്ങുകയും കുറെ കൃഷികൾ നശിപ്പിക്കുകയും ഒരു വീടിന് ഭാഗികമായി കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. ഇപ്പോൾ ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. എല്ലാവരും ഭയന്നാണ് കഴിയുന്നത്. അടിയന്തരമായി ഫെൻസിംഗ് ഇടാനുള്ള നിർദ്ദേശം പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. കളക്ടറേറ്റിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റുകാരെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. ഉടനടി നടപടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, പഴയരിക്കണ്ടം.